ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോഴൊക്കെ കുറച്ച് ചൂട് കൂടി വരുന്നതായി തോന്നുന്നില്ലേ? വേനൽ കടുത്തു. മാർച്ച് മാസം 1-ാം തീയതിയായി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗവും ചൂട് കൂടുമ്പോൾ ഫാനും എസിയും ഒക്കെ നമ്മൾ കൂടുതലായി പ്രവർത്തിപ്പിച്ചു തുടങ്ങുമല്ലോ. പ്രതിദിന ഉപയോഗം 95 ദശലക്ഷം യൂണിറ്റിന് അരികെ എത്തിക്കഴിഞ്ഞു. ഈ മാസം ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിലെത്താനാണ് സാധ്യത. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ KEB മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇപ്പോഴത്തെ മുന്നൊരുക്കങ്ങൾ? അത് നമുക്ക് പരിശോധിക്കാം. സുനിഷ അയല്ലൂരാണ് തത്സമയം നമുക്കൊപ്പം എത്തുന്നത്. ഗുഡ് ഈവനിംഗ് സുനിഷ അയല്ലൂർ. നല്ല ചൂട് കൂടി തുടങ്ങി. മാർച്ച് 1 ആകുമ്പോഴേക്കും ഏപ്രിലിന്റെ ഫീലാണ് വീട്ടിലിരിക്കുമ്പോഴെന്ന് പലരും പറഞ്ഞു തുടങ്ങി. എനിക്കും വീട്ടിലിരുന്നപ്പോൾ തോന്നിയിരുന്നു. വൈദ്യുതി ഉപയോഗം കൂടുമ്പോൾ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ, അതോ ലോഡ് ഷെഡിംഗ് വേണ്ടി വരുമോ? സുജിയ, ലോഡ് ഷെഡിംഗ് ഇല്ലാതെ തന്നെ ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാമെന്നുള്ളതാണ് KEB പരിശോധിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ചൂട് കൂടുകയാണ്, അതുകൊണ്ട് തന്നെ വൈദ്യുതിയുടെ ഉപയോഗവും റെക്കോർഡ് കടക്കുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോ ദിവസവും ഇങ്ങനെ റെക്കോർഡ് ഭേദിച്ചു എന്ന് പറഞ്ഞ മെയ് 3-ാം തീയതിയായിരുന്നു റെക്കോർഡ് ഉപയോഗം വൈദ്യുതിയിൽ ഉണ്ടായിരുന്നത്. മെയ് 2-നായിരുന്നു പീക്ക് ആവശ്യകതയും ഉയർന്നിരുന്നത്. അതേ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത്തവണ അത് നേരത്തെ ആകാമെന്നുള്ളതാണ് KEBയുടെ ഒരു വിലയിരുത്തൽ. കാരണം ഇപ്പോൾ തന്നെ പ്രതിദിന ഉപയോഗം നോക്കിയാൽ അത് 95 ദശലക്ഷം പിന്നിട്ടു എന്നുള്ളതാണ്. ഇനി മാർച്ച് കഴിയും മുന്നേ തന്നെ 100 ദശലക്ഷം പിന്നിടാനുള്ള സാധ്യത കൂടി KEB കാണുന്നുണ്ട്. നേരത്തെ ഈ റെക്കോർഡ് ആവശ്യകത എന്ന് പറയുന്നത്, റെക്കോർഡ് ഉപയോഗം എന്ന് പറയുന്നത് 115 ദശലക്ഷമായിരുന്നു. പക്ഷേ മാർച്ച് തന്നെ 100 കടക്കുകയാണെങ്കിൽ അടുത്ത ഏപ്രിലിലേക്ക് കടക്കുമ്പോഴേക്കും നേരത്തെയുള്ള റെക്കോർഡൊക്കെ ഭേദിക്കുമെന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെയാണ് KEB ഉള്ളത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ ചെയ്യാമെന്നത് തന്നെയാണ് നിലവിൽ ആലോചിക്കേണ്ടത്. ഒപ്പം ഈ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാതെ എങ്ങനെ ഇതിന് പരിഹാരം കാണാമെന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ വൈദ്യുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി ഈ ധാരണകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് യു പിയിൽ നിന്നൊക്കെ തന്നെയും വൈദ്യുതി വാങ്ങാനുള്ള കരാറ് നിലവിലായിട്ടുണ്ട്. പക്ഷേ റെഗുലേറ്ററി കമ്മീഷന്റെ ഒരു ഉത്തരവ് ലഭിക്കുന്നതോടുകൂടി മാത്രമേ അതിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. KEB ഇപ്പം നിലവിൽ ചിന്തിക്കുന്നത് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ മാർച്ച് മുതൽ മെയ് മാസം വരെ വൈദ്യുതി ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഈ മാസങ്ങളിൽ വൈദ്യുതി വാങ്ങിക്കൊണ്ട് നമുക്ക് ആവശ്യകത കുറഞ്ഞിട്ടുള്ള ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള വൈദ്യുതി അവർക്ക് തിരിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു സംവിധാനം ഒരുക്കുക എന്നതാണ് KEB നിലവിൽ ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ്. അങ്ങനെയെങ്കിൽ ജമ്മു കാശ്മീരിൽ നിന്നും ഹിമാചലിൽ നിന്നും അടക്കം വൈദ്യുതി എത്തിക്കാനുള്ള ശ്രമങ്ങളും KEBയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ നേരത്തെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ കറണ്ട് ലോഡ് കൂടുന്നു, ഒപ്പം തന്നെ ട്രാൻസ്ഫോമറുകൾ തകരാറിലാകുന്നു, അങ്ങനെ കറണ്ട് പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് നേരത്തെ KEB ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ട്രാൻസ്ഫോമറുകൾ ഇങ്ങനെ ഇല്ലയോ എന്നതാണ് ചോദ്യം. ഇപ്പോൾ വൈദ്യുതി ഉപയോഗം കൂടുമ്പോൾ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിലേക്ക് പോകുമ്പോൾ വീടുകളിൽ ഇപ്പോൾ പകൽ മാത്രമല്ല വൈകുന്നേരം ആകുമ്പോഴേക്കും വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ ചൂടിന് ശേഷമുള്ള വൈകുന്നേരത്തേക്ക് വരുമ്പോഴുള്ള ആ ഒരു സമയം എന്നും കുട്ടികളടക്കം പറയുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ സുനിഷ. വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കൽ നടപ്പാവില്ലല്ലോ. ഇല്ല സുജി, അതില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ വൈദ്യുതി ഉപയോഗം കൂടി വരുന്ന സമയത്തിലായിരുന്നു ചില നിയന്ത്രണങ്ങളൊക്കെ തന്നെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും KEBയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് ഈ പുറത്തുള്ള ലൈറ്റുകളൊക്കെ തന്നെയും ചില കെട്ടിടങ്ങളിലുള്ള ലൈറ്റുകൾ അത് അണയ്ക്കേണ്ടതുണ്ട്, അങ്ങനെ ചില നിബന്ധനകൾ നേരത്തെ വെക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിലേക്ക് കടക്കുമോ എന്നതിൽ വ്യക്തമല്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ മന്ത്രി അടക്കം പറയുന്നത് ഇതിൽ ഈ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വൈദ്യുതി ഇല്ലാതെ ബുദ്ധിമുട്ടിക്കാതെ ഒരു പകരം സംവിധാനം ഒരുക്കേണ്ടതുണ്ട് എന്നതാണ്. അതിന്റെ ഭാഗമായാണ് ട്രാൻസ്ഫോമറുകൾ ഈ പുനഃസ്ഥാപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ, സാധാരണ രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത്തരം വൈദ്യുതി കിട്ടാതിരിക്കുന്ന ആ സമയപരിധി കുറയ്ക്കണം എന്നുള്ളതാണ് നിലവിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് വേഗത്തിൽ തന്നെ പണി തീർക്കാനുള്ള സംവിധാനങ്ങൾ അത് നടത്തേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. വേനൽക്കാലവും കറണ്ട് കട്ടാകാതെ വീട്ടിൽ ചൂടെടുത്തുരുകാതെ കഴിഞ്ഞു പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റും.